ഡെറാഡൂണിൽ വീരമൃത്യു വരിച്ച സൈനികൻ തിരുവനന്തപുരം നേമം സ്വദേശി ബാലുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. 12 മണിയോടെ ശാന്തി കവാടത്തിലാണ് സംസ്കാരം. അക്കാദമിയിലെ പരിശീലനത്തിനിടെ നീന്തൽ കുളത്തിലാണ് സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് മൃതദേഹം സ്വദേശത്ത് എത്തിച്ചത്. രാത്രി 11:30യോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഭൗതികദേഹം ജില്ലാ കളക്ടർ അനുകുമാരിയും പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നെത്തിയ സൈനികരും ചേർന്ന് ഏറ്റുവാങ്ങി. കേരള സർക്കാരിനു വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ജില്ലാ കളക്ടർ പുഷ്പചക്രം അർപ്പിച്ചു. നേമം സ്വദേശിയായ ബാലുവിനെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡെറാഡൂണിലെ മിലിറ്ററി അക്കാദമിയിലെ നീന്തൽക്കുളത്തിൽ തലയിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജയ്പൂരിൽ ഹവീൽദാർ ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ പാസ്സായി ലഫ്റ്റനന്റ് പദവിക്കായുള്ള പരിശീലനത്തിലായിരുന്നു. പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ പുറത്തുവരൂ. പാങ്ങോട് സൈനിക ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് ഇന്ന് രാവിലെ 8-ന് പാപ്പനംകോട്ടെ വീട്ടിൽ മൃതദേഹം എത്തിക്കും. തുടർന്ന് പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് 12-ന് ശാന്തി കവാടത്തിൽ സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ജനം, തിരുവനന്തപുരം.